എവിടെ എന്റെ പുറകില്ല എന്നിട്ട് എന്റെ തൊട്ടപ്പുറത്ത് തന്നെ പാ പൊത്തി വെച്ചു നിന്റെ പുതപ്പ് ഞാൻ വായ വെച്ചിരുന്നു നിനക്ക് കൊണ്ടോ ആയത്താളെ കൊണ്ടോ വരാതാക്കിച്ചോടെ എന്താണ് നിർത്തിട മോനെ നീ റിക്രൂട്ട്മെന്റ് കാണാ വന്നത് താപ്പണ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കേക്കുന്നുണ്ടാ കേക്കുന്നുണ്ടാ അപ്പം നമ്മുടെ കുറച്ച് പ്ലേസ് ഒക്കെ ഇന്നാക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വേറെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞതും. അതുപോലെ തന്നെ മെയിൻ ലൈനപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ് കുറച്ച് ബ്രേക്കും കാര്യങ്ങളും എടുത്ത് പോയത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോ ഒരു വേറെ റിക്രൂട്ട്മെന്റ് നോക്കേണ്ടി വന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മളെ ഇന്നത്തെ റിക്രൂട്ട്മെന്റിലെ ഫസ്റ്റത്തെ പ്ലെയർ ആണ്. ഓക്കെ, വെയിറ്റ് പേരൊന്നും എടുക്കട്ടെ അല്ലെങ്കിൽ തെറ്റുപോയാലോ. So we are welcoming CP Newborn Freak to TGA. Welcome. മുടി അയച്ചിട് കിൽബിൽ എന്നാണ്. ഓക്കെ, എടാ നീ അപ്പൊ ലൈനിലോട്ട് ഞാൻ പറയാൻ ലൈനിലോട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മളെ ഫസ്റ്റത്തെ പ്ലെയർ എന്ന് പറയുമ്പോൾ ന്യൂബോൺ ആണ്. ആക്ച്വലി ന്യൂബോൺ ഇവിടെ ഒരു 4-5 തവണ റിക്രൂട്ട്മെന്റിന് വന്നതാണ് ഇതിന്റെ മുന്നേ. പക്ഷെ അന്നൊന്നും നമ്മളെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം അവന്റെ 5ാമത്തെ തവണയാണ് അവൻ നമ്മളെ ഇതിൽ വരുന്നത്. നമ്മളെ റിക്രൂട്ട്മെന്റിന് മുമ്പ് വരാറുണ്ടായിരുന്നു അവൻ. അപ്പൊ അവൻ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ കയറിയത്. അവന്റെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിന് പുറകിലുണ്ട്. ഇവൻ ഒറ്റ അപ്പം പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് റീസെന്റ് മീറ്റപ്പിന് ഇരുന്നപ്പം ലൂക്കസും കൂടെയാണ് അവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അവൻ അന്ന് ആദ്യം കളിച്ചത് HFലായിരുന്നു. പിന്നെ CPയിലോ അതിലേതൊന്നും കളിച്ച്. അപ്പൊ ഈ കളിച്ചപ്പം രണ്ടിലും അവൻ എന്ന് വെച്ചാൽ മാക്സിമം നിന്നിട്ടുണ്ട്. ഗ്യാങ് നിർത്തിയപ്പോഴാണ് അവൻ വേറെ ഗ്യാങ്ങിലോട്ട് പോയത്. അത് വേറെ ഗ്യാങ് ഒന്നും മാറി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ രീതിയിലും കൊള്ളാവുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ബാക്കി അവന്റെ കാര്യങ്ങൾ അവൻ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ന്യൂബോണേ ബാബു ലൈനിൽ പോയില്ലടാ. എന്റെ സ്ഥലം എടുക്കല്ലേ കുഴപ്പമില്ല കത്താൻ ചാൻസ് ഇല്ല. എന്തായാലും നിന്റെ ഒരു എടാ അടിച്ചു നിർത്താം അടങ്ങിയില്ലടാ അവിടെ കുമ്പിടി. ഞാൻ കാര്യം ചെല്ലാത്തിന് ഇപ്പൊ ഞാൻ പോകും. നല്ലൊരു ഐഡിയ. ഓക്കെ, അപ്പം എന്താണ് നിനക്ക് പറയാനുള്ളത്? പറ. എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്റെ മുടി ഒന്നുമില്ല. 23 PL ഉണ്ട്. എടാ ബാബു വാബൂട്ടിരിക്കാൻ ഞാൻ പറഞ്ഞേ. നീ അവിടെ ഇവിടെ നില്ലൊന്ന് ഞാൻ കൊല്ലുവേ. സൈലന്റ് ആയിരുന്നേ. PL ഒക്കെയാണ് എല്ലാരൊക്കെ സുഖം തന്നെ. നിന്റെ PL-ന്റെ കൊടുക്കേ വേറെ PL അവന്റെ മുടിയെ നിനക്ക് പറയാനുള്ള ഇവിടെ എത്തിയ ചേടിയാണോ? എത്തിച്ചേടിയും. പിന്നെ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ചേടി ഞാൻ കൊറേ നാളായിട്ട് TG കയറാൻ ട്രൈ ചെയ്തോണ്ടിരുന്നതാണ്. ഈ ടൈമിലാണ് കിട്ടിയത്. എല്ലാം താങ്ക്സ് ടു മൈ കോച്ച് സുരേഷ് പാണ്ഡി. കണ്ണിച്ചിരി വിയർക്കുന്നത് ലൂക്കസിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ ഉള്ളതാണ്. ബിക്കോസ് അതിലെവിടെ ഇവൻ വന്നെങ്ങനെ സുരേഷ്? ഞാൻ പറഞ്ഞുതരാം. ലൂക്കസ് വഴി
സുരേഷ് വഴി അഖിൽ ജോഡ് വഴി ഇച്ചായ. ഓ ജോടെ അച്ചായം വഴി അച്ചായം വഴി ആ അതെ ഓക്കെ ഓക്കെ ഇച്ചായ വഴി എന്തായാലും കുഴപ്പമില്ല. എനിവേ വെൽക്കം. ഓക്കെ ആ താങ്ക് യു ഇച്ചായ, താങ്ക് യു താങ്ക് യു. അപ്പൊ ലൈനിലോട്ട് കയറിയോ? അടുത്താളെ കൊണ്ടോട്ടെ. അടുത്ത ആളെ അഖിൽജോടെ ഏതാണ്? ആര് വേണം? ഇന്ന് കൺഫേം ആക്കിയത് വേണം. ഇന്ന് കൺഫേം ആക്കിയിട്ടുണ്ടോ? ഇന്ന് കൺഫേം ആക്കിയിട്ടുണ്ടോ? നീ അവിടെ ഒച്ചയ്ക്കൊന്നും പറയില്ല, ഇവിടെ കേൾക്കാൻ കേട്ടാ. അല്ല 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 അങ്ങനൊന്നും കേട്ടില്ല. എടാ അഖില് ഒന്ന് വാട്സപ്പ് നോക്കിയേ. ഇതന്നെയല്ലേ? കിണികിണി റബാഡ. 35 വയസ്സായിട്ട് നിങ്ങൾ ഇത് കളിക്കണ്ടല്ലോ. ഓക്കെ സൈലന്റ് 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 സൈലന്റ്. സോ അപ്പം നമ്മുടെ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതൊരു PvP ബേസ്ഡ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ സോ അഖിൽജോടെ കൊണ്ടുവന്നു. കൊണ്ടുവരാൻ വേണ്ടി അറിയില്ലേ? ഇതാ അഖിൽ ജോഡിന്റെ ഇപ്പൊ പറയാം. അവൻ പറയും അഖിൽ ജോഡാണ് എന്റെ ദൈവം എന്ന് പറയും. ഇപ്പൊ വന്നിട്ട് പറയാം. ഹലോ കണ്ട കണ്ട അതേ മുടി. അഖിൽ ജോഡിന്റെ മോനാ. കേക്കുന്നില്ലേ? സോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് റിക്രൂട്ട്മെന്റ്. ആൻഡ് അപ്പം പേര് പറഞ്ഞു കേട്ടോ അതിന്റെ. we are welcoming MG3 Nevin Austin to TGA. വെൽക്കം നെവിൻ ഓസ്റ്റിൻ. എന്താണ് ഈ നിമിഷത്തിൽ രണ്ട് വാക്ക് പറയാനുള്ളത്? എല്ലാത്തിനും എടുത്തിട്ട് അടിക്കാല്ലേ. അത് കൊള്ളാം, അത് കൊള്ളാം. മധുരി അടി തുടങ്ങിയെന്ന്. വേറെന്താ പറയാനുള്ളത് നിനക്ക്? വേറെ ഒന്നും പറയില്ലേ? അഖിലിന്റെ മോൻ എന്നൊന്നും പറഞ്ഞല്ലേ? ഇതില് പറയണ്ട. അഖിലിന്റെ വേറെ പയ്യപ്പയ്യ നമുക്ക് പറയാം. പയ്യപ്പയ്യ പറയാം. നിനക്ക് പറയാനുള്ളത്? അവിടെ റബാഡന്റെ ബാക്കിൽ റബാഡന്റെ മതിയാട്ടാ. അടാ റബാഡനൊന്നും തള്ളിക്കളാ. മൂന്നാമത്തെ ഇച്ചിരി പവർഫുൾ റിക്രൂട്ടാണ്. ഇപ്പൊ ഈ വിളിക്കാൻ പോകുന്നതിന് ഇതിന്റെ മുന്നേ തവണ റിക്രൂട്ട്മെന്റ് വന്നതല്ലേ? ഒന്നല്ല, 5ാമത്തെ തവണ ഇത്. ഇവ 5ാമത്തെ തവണയാണോ വരുന്നത്? ഇവനാണ് 5ാമത്തെ തവണ. 5ാമത്തെ ടൈം നമ്മളെ ഞെട്ടിച്ച് അമ്മാതിരി അടിയാ ഇവൻ അടിച്ച്. കണ്ണ് തള്ളിപ്പോയി പയ്യന്റെ അടി കണ്ടിട്ട്. നിന്റെ തന്നെ ഇത്ര താളൊക്കെ വിട്ടിട്ടെ വാണ അടി അടിച്ചണ്ടല്ലേ? എന്റെ പൊടി കളർ വേറെ രക്ഷപ്പെട്ട്. നിന്റെ മാസ്ക് വേണോ? എല്ലാം ഒരു ഊരി വെച്ചിരിക്കുന്ന നീ. അത് നന്നായി ഒരെണ്ണം മാത്രം ഉള്ളത് ഇവിടെ. അതിൽ തന്നെ നമ്മൾ തൃപ്തിപ്പെട്ടടാ. ഹലോ മുടിയതല്ല ശരിക്കും സോ അപ്പം നമ്മളെ ഇന്നത്തെ ലാസ്റ്റത്തെ റിക്രൂട്ട്മെന്റ് ആണിത്. ആൻഡ് വി ആർ വെൽക്കമിങ് DX Grimjo to TGA. ക്രിഞ്ചാ ആൾക്കാരോട് വിളിക്കുക. നിന്നെ എന്താ ആൾക്കാര് വിളിക്കാറ്? ഗ്രിംജോ തന്നെയാണ് വിളിക്കാറ്. ഗ്രിംജോടെ പുത്ര അടിക്കലോ കുറച്ച് വള്ളിയാണ് കേട്ടാ. നീ സിംഗ് സിംഗ് എന്ന് വിളിക്കുക നിന്നെ. ഓക്കെ അപ്പം
വെൽക്കം ടു DGA. എന്താണ് ഈ ഒരു സുലഭ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്? സൈലന്റ് ആടാ, സൈലന്റ് ആടാ. സന്തോഷം കത്തി 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 ഓക്കേ, പറഞ്ഞോടാ പറഞ്ഞോടാ. രണ്ട് സ്ലോട്ട് കൂടെ ആയി. പറ പറ പറ. സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എടാ നീ ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നത്, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന? ഭയങ്കര ആക്റ്റീവ്. നീ സംസാരിക്കും, മുതുകി ചോദിച്ചാൽ നിന്നെ എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാ നീ പറഞ്ഞത്? അന്ന് അങ്ങനെയൊക്കെയാ. അന്ന് അങ്ങനെയൊക്കെ നിന്നെ എനിക്ക് മിണ്ടാൻ വയ്യാന്ന് പറ. ചെറിയൊരു ചെറിയ നാണാണോ? നാണാണോ എനിക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ ടെൻഷൻ ആണാവ്. എനിവേ വെൽക്കം. ഓക്കെ അപ്പൊ നമ്മുടെ ഇതില് ലൈനിലോട്ട് കയറിയോ? ഓക്കെ, അപ്പം പുതിയതായിട്ട് ഒന്നിടത്താണ് പറയാനുള്ളത്. ഇതൊക്കെയാണ് നമ്മളെ ഗ്യാങ് മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് മാത്രല്ല, ഇത് കുറെ ആൾക്കാർക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ള മെമ്പേഴ്സ് ആണ്. ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുക. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ എന്തായാലും നോക്കണ്ട, എല്ലാ എണ്ണം W പയ്യന്മാരാണ്. ഓക്കെ.